സംസാരിക്കണ സാർ. ചന്ദ്രനും ചന്ദ്രൻ ഒന്ന് ഇങ്ങോട്ട് വരും. ചന്ദ്രൻ ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ചന്ദ്രൻ ഇങ്ങനെ രക്ഷപ്പെട്ടാലാ? ഈ സാറില്ലേ ഇപ്പൊ പോയ സാറ് ഇങ്ങനെ ഒരു 25 കോടി കൈക്കൂലിയായിട്ട് ചോദിച്ചായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞാ കേസ് മാറ്റി തരാന്ന് പറഞ്ഞു. അതിപ്പൊ പറയണ്ട, ലാസ്റ്റ് ഫൈൻ 25 ലക്ഷം രൂപ 25 കോടി കൊടുത്താല് കേസ് ഒതുക്കി തരാന്ന് പറഞ്ഞു. ഇപ്പൊ പറയില്ലേ ഭരച്ചാലും കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാല് ഇത് പറയല്ലെന്ന് ആവാ. ശശിയാ അഡ്വക്കേറ്റാ വളർന്നില്ല അവൻ. എനിക്ക് നടക്കാൻ വയ്യ, അങ്ങ് വരെ കൊണ്ടോ. കൊച്ചിനെ കൊണ്ടെടുപ്പിക്കുന്നോ? സാറേ നിങ്ങൾ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞൊരു മണി കാണിക്കണം. അവിടെ അങ്ങോട്ട് ചന്ദ്രൻ മാത്രം നിങ്ങോട്ട് തന്നെ. ഓ സാറേ വരുന്നു. പോരാ പറ സാറേ. പേഴ്സണലാണോ? ഓക്കെ ഓക്കെ ഓക്കെ. ചന്ദ്രൻ കേസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അനിയല്ല മോന്റെ കേസിൽ ഭയങ്കര പ്രശ്നമാവും. ചിലപ്പോ അച്ഛന്റെ തലയ്ക്ക് വന്ന് വീഴും. സാർ അതെങ്ങനെയാ? അത് പറയാൻ പറ്റില്ല. ഇതെന്താ ചെയ്യുന്നത്? അല്ല സാറേ, ഒരു കോൾ വന്നു. ഒരു സെക്കൻഡ് സാർ. ഓക്കെ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഈ കേസ് മറിച്ചുവിടാം. എനിക്ക് പക്ഷെ കുറച്ച് പൈസ കൊണ്ട് തന്നാൽ ഞാൻ കേസ് ഞാൻ മറിച്ചുവിടാം. മനസ്സിലായില്ല സാറേ. ഇപ്പൊ ഈ കേസ് ഇപ്പൊ നിങ്ങളുടെ തലയിൽ വീഴാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം. ഭരത് വന്നു കഴിഞ്ഞാൽ സീൻ മാറും. എത്ര കാശ് സാറിന് പറഞ്ഞു? ഒരു 25 CR തന്നാൽ ഞാനിപ്പോ കേസ് സിമ്പിൾ ആയിട്ട് ഇപ്പൊ തീർക്കാം. പക്ഷെ ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ 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 സാറേ, ഞാൻ എന്തായാലും ആലോചിക്കട്ടെ. അത്ര ഫണ്ട് അപ്പൊ അത്രയും വലിയ കേസാണോ? ഞാൻ എന്തായാലും ആ കേസ് സംസാരിച്ചിട്ട് ഡീൽ ചെയ്താൽ പോരെ? മതി. ഡീൽ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞു, വേറെ ആരും അറിയരുത്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ. നമ്പർ ഒന്ന് ഷെയർ ചെയ്യാം. 04 നമ്പർ. ഹലോ സാറേ, സേവ് ചെയ്യ. നമ്പർ സേവ് ചെയ്യ. ജോലി പോയാട്ടോ. നമസ്കാരം. നമസ്കാരം സാറേ. രണ്ട് ഭാര്യയാണോ? സാറേ ആഗ്രഹമുണ്ട്. പക്ഷേ അവന്റെ സിസ്റ്ററാ. വൺ സെക്കൻഡ്. ആരുടെ സിസ്റ്ററാണ്? ചന്ദ്രൻ കംപ്ലീറ്റ് പെമ്പിള്ളേരും ചന്ദ്രന്റെ റിലേഷനിലുള്ളതാണല്ലോ. സാറേ നമ്മളിവിടെ സാറേ ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ വീട് എടുക്കുന്നുണ്ട് സാറേ. അപ്പൊ കേസൊക്കെ പെട്ടെന്ന് വിളിക്കാൻ വീട് എടുത്തിട്ട് കാര്യമില്ല. ചന്ദ്രൻ ഒരു വില്ല തന്നെ എടുത്തേക്ക്, അതാ ബെറ്റർ. ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്തേക്ക്. ഓക്കെ ഓക്കെ സാറേ. എന്താണ് സാർ കേസ്? ആക്ച്വലി കള്ളനാണ് സാറേ. ചന്ദ്രനെ ഇട്ടിട്ട് ചന്ദ്രന്റെ വൈഫ് ഓടിയല്ലോ. ഇല്ല സാർ. ഓട്ടിച്ചേ, ആ കൊക്കിനെ ഒന്ന് ഓട്ടിച്ചേ. അതിന് അതിനകത്ത് സാറേ ചേച്ചി ഓട്ടിച്ചേ. ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് ഇടിക്കകത്ത് വന്ന് കൊക്കും കോഴിയും ഒന്നും ഇവിടെ വേണ്ട. തമാശ ഉണ്ടാട്ടാ. അത് കറക്റ്റ് ആയിരുന്നു. അതൊരു സൗണ്ട് പറഞ്ഞത്. അത് കറക്റ്റ് ആയിരുന്നു. അത് ഇവളെ തന്ത, ഇവളെ വയ്യടക്കണ തന്തയാണ് കോഴി. ഓക്കെ ഓക്കെ സാർ. ഇല്ല സാർ, അത് പ്രശ്നമില്ല, പരാതിയൊന്നുമില്ല. നമ്മൾ ഈ വീട്ടിൽ ഇങ്ങനെയാണ് സാർ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇത് പേടിയാണ്.
അതെ പിന്നെ കണാറ് ഇവിടെ വെയിറ്റ് ചെയ്തു. കണാറിന്റെ ജോലി ഇന്ന് ഇപ്പൊ ശരിയായി തരാം. ശശി 1 മണിക്കൂർ എടുത്ത് കയറി അതിനകത്ത്. ഇതിനെ ഞാൻ തന്നെ കയറെടുത്ത് കെട്ടി വലി കണാറ് സാർ ഇവിടുത്തെ വലിയൊരു പൊസിഷനുള്ള സാറാണല്ലേ? ആരാ സാർ? ട്രെയിനിയാ സാർ റേഞ്ചല്ല. അപ്പൊ എത്ര സാലറി കിട്ടും സാർ? ആർക്ക് കനാറിനോ? അല്ലല്ല സാറിന് ഞാൻ ട്രെയിനിയല്ല അല്ല സാലറി ചോദിച്ചാ. ആ സാറ് എത്ര നല്ല സാലറി ഒക്കെ ഉണ്ടല്ലോ ഇവിടെ? ഓ പിന്നെ അടിപൊളി. എത്ര കിട്ടും സാർ എന്നാലും ഒരു മാസം? സാർ കേസ് കൊടുക്കാൻ വന്നല്ലേ സാറേ? സാറ് കേസ് എടുത്ത് പോയപ്പോ അല്ല സാർ എനിക്ക് ചെറുതായിട്ട് പീഡിയിലൊക്കെ ഒന്ന് ഇത് ചെയ്യണമെന്നുണ്ട് സാറേ. അത് പഠിക്കേണ്ട സമയത്ത് പഠിക്കണായിരുന്നു സാറേ. പഠിപ്പുള്ള സാറാണ്. റോഡ് പോയിരിക്കല്ലേ സാർ? സാറേ ഇയാള് 10ാം ക്ലാസ്സിൽ മസ്തൂർ എഴുതിക്കാറില്ലേ സാർ? ഇയാള് ബാക്ക് കണ്ണടിച്ചിങ്ങനെ ഏതാണ് സാർ? ഇവിടെ എല്ലാം കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്റെ ബാഗ് സാറിന് തൊട്ട് പുറകിക്കണോ? അതെ സാർ. അയ്യോ ഇത് സ്പെഷ്യലി റിക്രൂട്ട് ആണ് സാറേ. സാറിന് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണം. സാർ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കുന്നുണ്ട് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണോ എന്നുള്ള കേസ്. അങ്ങനെയാണെങ്കിൽ സാറ് അവിടെ ഒരു ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുത്തേക്കണം. എന്തായാലും ഇവിടെ ഓൾറെഡി മറ്റാൾക്ക് ഇല്ല, ജോലി ഇല്ല. ഇപ്പൊ ജോലിയില്ല, ആക്ച്വലി ഇപ്പൊ ജോലിയില്ല. ഓക്കെ സാറ് യൂണിഫോം മാത്രം ഇട്ടിക്കുന്നതേ ഉള്ളൂ. കഷ്ടപ്പെട്ട് ചന്ദ്ര വിളിപ്പിച്ച കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ എത്ര മക്കളാ മൊത്തം? സാറേ എനിക്ക് ഒരാള് പേര് സൂര്യബോസ്. യെസ്. ഈ സൂര്യബോസിന് എത്ര വണ്ടി സൂര്യബോസിന്റെ പേരിലുണ്ടെന്ന് അറിയാമോ ചന്ദ്രൻ? സാറേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാറേ കുറച്ച് ബിസിനസിന്റെ ആവശ്യമായിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് ഈ അവന്റെ അമ്മയും മൂത്തമ്മയും കൂടിയാണ് നോക്കുന്ന ആളെ. ഓക്കെ. അപ്പോ അവരുടെ അണ്ടറിലാണ് ആള് വളരണേ. അപ്പൊ ഇടയ്ക്ക് 2-3 കേസുണ്ട്, സാറിന് അറിയാലോ. ഞാൻ വന്ന് റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഞാനിങ്ങനെ ഇത്ര തിരക്കായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എനിക്ക് സൂര്യയുടെ റിയൽ നെയിം എന്താ? ആക്ച്വലി സൂര്യ ദേവർ എന്ന് വല്ലതുമാണോ അതോ സൂര്യ ബോസ് എന്നാണോ പേര്? കറക്റ്റ് സൂര്യബോസ്. ഓക്കെ. സൂര്യയുടെ സ്പെല്ലിംഗ് SOORYA ആണോ? SUR എന്നാണ് സാർ എന്റെ വിശ്വാസം. പക്ഷെ അങ്ങനെ ഒരു സാധനം കിട്ടുന്നില്ല സാറേ. നോക്കിയ സാറേ ബോസ് വെച്ച് ഞങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴും, കാരണം ഞങ്ങൾക്ക് ഇടയ്ക്ക് പുള്ളിയുടെ പേരിലുള്ള കുറെ സാധനം കിട്ടിയായിരുന്നു ആക്ച്വലി. അല്ല ഇപ്പൊ ഏത് സൂര്യ ദേവർ ഉണ്ടോ സാറേ? അവന്റെ കളർ എന്താ കിട്ടിയാട്ടാ? സൂര്യദേവർ ഉണ്ട്. നാളെ എന്റെ തന്തേരെ പേരപ്പം മനസ്സിലായാലിന? ഇല്ല സോറി സൂര്യദേവർ നടപ്പുണ്ട്. പക്ഷെ മറ്റേ സൂര്യ ഞങ്ങൾക്ക് കിട്ടുന്നില്ല കേട്ടോ ആക്ച്വലി. ആള് ഇപ്പൊ ഇല്ല സാറേ. ഇനി അവന്റെ ഇത് ആധാർ ഓഫീസിൽ നല്ല മാറിയെന്ന് അറിഞ്ഞൂടാ. അതാണ് എന്തെങ്കിലും പേര് മാറ്റിയിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് അറിയാം. സൂര്യബോസ് തന്നെയാണ് സാർ. മാറ്റിയിട്ടില്ല. സൂര്യബോസ് ആണ് സാർ. ഓക്കെ ഞാനൊന്നുകൂടെ നോക്കട്ടെ. സൂര്യബോസ് SURYA നല്ല സൂര്യ ബോസ്. ഓക്കെ നോട്ട് സൂര്യ ബോസ്. പുള്ളിയുടെ കയ്യില് ഏകദേശം ഒരു 3 വെഹിക്കിൾസോളം ഉണ്ട്. KES 149, HJJ 186 ആൻഡ് 1 TDL 050. ഇത് കംപ്ലീറ്റ് പുള്ളി എടുത്തുകൊണ്ട് നിരന്തരമായിട്ട് റോഡിൽ ഓടിക്കുകയും ആളുകളെ പിറ്റ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഏജ് എത്രയാണ് ബോസ്? ഐ മീൻ ചന്ദ്രബോസ്? 8 വയസ്സായുള്ളൂ. 8 വയസ്സായിട്ടുള്ളൂ. അപ്പൊ 8 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഓടിക്കാൻ പാടില്ല എന്നുള്ള കേസ് ചന്ദ്രബോസിന് അറിയാലോ അല്ലേ? സാറേ അത് മാത്രമല്ല പുള്ളിക്കാരന് ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുമില്ല. ആണല്ലേ സാർ? അപ്പൊ അതൊരു തെറ്റാണ് സാറേ. ഞാൻ പറഞ്ഞില്ല സാറേ, എനിക്കിവിടെ അധികം ആളെ നോക്കാൻ പറ്റിയിട്ടില്ല ഈ ജോലിയുടെ തിരക്കുള്ളതുകൊണ്ട്. ഞാനിങ്ങനെ വരുമ്പോ ഞാനുള്ളപ്പോ ഞാനാണ് ആ വണ്ടികൾ ഓടിക്കാറ്. ഞാൻ അവനെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇന്നലെ എലി ഉണ്ടായിരുന്നു. എലിയാണ് വന്ന് ഇവിടെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് പോയത്. ഓ ഓക്കെ സാറേ. ഈ എലി എന്ന് പറയുന്ന അവന്റെ മൂത്തമ്മയും അമ്മയുമാണ് പ്രശ്നം. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ചെറുക്കൻ ഈ വണ്ടികളൊക്കെ മേടിച്ചു കൊടുക്കുന്നതാണ് എനിക്ക്. ആണോ അലീന? സാർ വണ്ടി വാങ്ങുന്നുള്ള ശരിയാ, ഞാനാ ഓടിക്കാറ്. അത് പറഞ്ഞ കാര്യമില്ല. വണ്ടി പ്രായപൂർത്തിയാകത്തെ അച്ഛന്റെ പേര് വാങ്ങാലോ വണ്ടി. അതെ എന്റെ പേരിൽ വാങ്ങിക്കാലോ. ഞാൻ ചത്തിട്ടുള്ള ജീവനോടെ ഇരിപ്പില്ലേ? അച്ഛൻ ബിസിയല്ലേ സാറ്? എപ്പോഴും കൂടെയുള്ള അമ്മയല്ലേ? അപ്പൊ അമ്മയുടെ പേര് വാങ്ങാലോ. പക്ഷെ ഞാനാ പറഞ്ഞ വേണ്ട, അവന്റെ പേരിൽ എടുത്തോട്ടെ, ഞാൻ ഓടിച്ചോളാം, അത് മതി. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അലീനയുടെ ബാങ്ക് അക്കൗണ്ട് മിക്കവാറും 0 ആകും. അത് കഴിയുമ്പോ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ട് 0 ആകും.
സാറേ ഈ വണ്ടിയെല്ലാം ഞാൻ ഉടനെ നാളെ തന്നെ എന്റെ പേരിലോട്ട് ആക്കാം സാറേ അങ്ങനെയാണെങ്കിൽ. അത് എത്രയും പെട്ടെന്ന് ആക്കി കഴിഞ്ഞാൽ കൊള്ളാം. പിന്നെ പുള്ളിക്കാരൻ ഇവിടെ കൂടെ ട്രക്ക് ഓട്ടിക്കുന്നതായിട്ടും ഉള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കാലെത്തൂല സാറേ, അവന്റെ കാലിൽ എന്തിനാ എടുത്തിട്ട് അതിന്റെ മണ്ടയ്ക്കാണ് കയറി ഇരുന്ന് ഓട്ടിക്കുന്നത്. എന്താ സാറേ? ഒരു ഡ്രൈവറിനെ വെച്ചിട്ടുണ്ട് സാർ. ഡ്രൈവറിനെ കണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു CCTV വിഷ്വൽ കിട്ടിയായിരുന്നു. ആക്ച്വലി ഇറങ്ങുന്നത് അവന് ഡ്രൈവർ ദൂരിക്കണ ആ പയ്യനാണ് നോക്കുന്നത്, ആ ഗൂച്ചിയുടെ ഡ്രസ്സിട്ടിരിക്കുന്നത്. സാറേ ഇത് അവന്റെ കൂട്ടുകാരൻ, രണ്ട് കള്ളൻ. ഇതല്ലേ ആഷിഖ് എന്ന് പറയുന്നേ? സാറേ എനിക്ക് എവന്റെ പ്രൊഫൈലോട് നോക്കണം സാറേ, എനിക്ക് എവന്റെ പ്രൊഫൈലോട് നോക്കണം സാറേ. ഈ പിള്ളേരെ ഉണ്ടല്ലോ എവരാണ് നോക്കുന്നുണ്ട്. ആഷിഖല്ല സാറേ, സാറേ എവന്റെ ഇക്രുമോന്റെ കയ്യിലുണ്ടല്ലോ 3 എണ്ണം. 3 എണ്ണം അതിപ്പോ തന്നെ എന്റെ പേരിലോട്ടാക്കാം സാറേ. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പാരന്റിലോട്ട് മാറ്റിയേക്കാം. ഇക്രുമോന്റെ പാരന്റോ ഗാർഡിയനോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലോട്ടങ്ങ് മാറ്റിയേക്കാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക, അവരെ വണ്ടിയിൽ പോയാൽ മതി. ഇയാളുടെ പേരിലുള്ള കേസ് എന്തെങ്കിലും ഉണ്ടോ സാറേ? ഇക്രുവിന്റെ പേരിൽ വേറെ കേസുകളൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിയമപരമായി പ്രായപൂർത്തിയാവാത്ത ഏതെങ്കിലും കുട്ടി ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളുടെ അല്ലേ ജയിലിൽ കേസ് കൊടുക്കണ്ടേ? അതല്ല നിയമം. അപ്പൊ അതിന്റെ രക്ഷിതാക്കൾക്കെതിരല്ലേ? അപ്പൊ പിതാവ് ജീവിച്ചിരിക്കുന്നെങ്കിൽ പിതാവിനെതിരല്ലേ കേസ് വരിക? അതെ, ഇക്രുവിന്റെ പിതാവ് ആരാണ്? എന്റെ പിതാവ് മാത്രമല്ല, എന്റെ പിതാവിനെതിരെ കേസെടുക്കുന്ന കൂട്ടത്തില് സൂര്യന്റെ പിതാവിന്റെ കൂടെ കേസെടുക്കൂലേ? അതല്ല, അതിനകത്ത് വേറൊരു ചെറിയൊരു ക്ലോസും കൂടെ ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഇക്രു ഇപ്പോ നമ്മൾ ജുവനൈൽ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഡെയിലി ഇവിടെ വന്ന് പീഡിയിൽ വന്നിരുന്ന് 1 മണിക്കൂർ ഇവിടത്തെ ഏതെങ്കിലും ഒരു സാറിന്റെ പാഠവും കേട്ടിട്ടേ പോകാൻ പറ്റും. 1 മണിക്കൂർ. പക്ഷെ ഭയങ്കര സുഖകരമായിരിക്കൂല ആ സാറന്മാരെ ക്ലാസ്സുകളൊന്നും. നമുക്ക് സംശയങ്ങൾ ചോദിക്കാലോ. ഇല്ല, ഒരക്ഷരം ഇണ്ടാൻ പറ്റില്ല. അവര് പറയുന്നൊക്കെ കേൾക്കണം. ചിലപ്പോ അവര് റൂമൊക്കെ ക്ലീൻ ആക്കാനൊക്കെ ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ തരും. 1 മണിക്കൂർ ഇതിനകത്തായിരിക്കും നിങ്ങൾ പീഡിക്കകത്ത്. അതാണ് ഇപ്പോഴത്തെ. അത് കുഴപ്പമില്ല. ഇപ്പൊ സ്പീഡ് ടിക്കറ്റ് അടിച്ചു വരുന്നുണ്ട്. വണ്ടി ഓടിക്കുന്ന വ്യക്തികളുടെ ഫേസ് അടിച്ചടിച്ച് നമുക്ക് സ്പീഡ് ടിക്കറ്റ് വരുന്നുണ്ട് ഇവിടെ. അത് നോക്കട്ടെ, ഇക്രുവിന്റെ പേര് ചിലപ്പോ എന്റെ ബോഡി ക്യാമ്പിൽ ഒരു വിഷയം ഉണ്ടോ സാറേ? ആള് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം. ഇക്രു എന്താ സംഭവം? സാറ് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പോയിട്ട് സാറേ ഇനിയിപ്പോ ഞാൻ എന്തായാലും ഇവിടെ കുറച്ചുണ്ട് സാറേ. ഞാൻ എന്തായാലും ഈ പിള്ളേരൊക്കെ ഞാൻ അങ്ങോട്ട് ശരിയാക്കാൻ പോവാ സാറേ. ഈ സൂര്യയുടെ കേസ് പറഞ്ഞില്ലേ, ട്രക്ക് എങ്ങനെ ഓട്ടിക്കും എന്നുള്ളത്? ഞങ്ങള് കണ്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ട്രക്കിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു വലിയൊരു ട്രാഷ് ക്യാനുമായിട്ടാണ് ഇറങ്ങുന്നത്. ഓക്കെ, ഈ ട്രാഷ് ക്യാന്റെ മണ്ടേ കയറിയിരുന്നാണ് പുള്ളി ഓട്ടിക്കുന്നതാണ് ഞങ്ങൾക്ക് അറിയാൻ. ഓക്കെ, ഈ കാലൊക്കെ എങ്ങനെ എത്തുന്നതാണ്? അതിന് മുകളിൽ കട്ടവല്ലോ പുള്ളിക്കാരനെ ഇടയ്ക്ക് കണ്ടപ്പോഴത്തേക്ക് ഒരു കമ്പ് കയ്യിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരു ഇഷ്ടിക്ക് ചരിച്ചങ്ങ് വെക്കും. അതെ, പുള്ളിയുടെ ഡാറ്റാബേസ് ഞങ്ങൾ ഇപ്പൊ ചെക്ക് ചെയ്തപ്പോ പുള്ളി ഇവിടത്തെ ഒരു ട്രക്കർ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ആരെ പേരിലാണെന്ന് അറിയില്ല, പുള്ളിക്ക് എങ്ങനെ കിട്ടിയെന്നും അറിയില്ല. പുള്ളി ഇപ്പൊ കിടക്കുന്നത് പുള്ളിയുടെ കയ്യില് ഞങ്ങൾ നോക്കിയപ്പോ പുള്ളിയുടെ നെയിം ഞങ്ങളുടെ ട്രക്കർ ഏജൻസിയുടെ ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ട്രക്ക് ഓടിക്കുന്ന ആളുകളുടെ പേര് കാണാം. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പുള്ളിയുടെ പേരിൽ ലേബൽ ചെയ്ത് വെച്ചേക്കാ അവര് സൂര്യബോസ് ട്രക്കർ എന്ന്. ഈ പുള്ളി അവര് നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടാവത്തില്ല. സത്യം സാറേ, അടയ്ക്കാ മുട്ട പോലെ ഇരിക്കണ ഈ ചെറുക്കന്റെ കാര്യം. ഞാനിതൊക്കെ ഇപ്പഴല്ലേ സാറേ അറിയാം. പേര് മാത്രമേ ഉള്ളൂ സൂര്യ, അല്ല ചന്ദ്രബോസേ. മറ്റേ ആറ്റം ബോംബിന്റെ സൈസാണ് സാധനം. അതിന് ആറ്റം ബോംബ് ബാക്കിയതല്ലേ ഇവിടെ ഇരിക്കണ കുറച്ച് പേരൊക്കെ. ഒരൊറ്റ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പെൺകുട്ടിയൊക്കെ ഇവിടെ വഴി നടക്കാൻ പറ്റുന്നില്ല. അത് ഉണ്ട് സാർ, ഹോർമോണിന്റെ. അതെവിടുന്നാ സൗണ്ട് കേട്ടാ? രണ്ടുപേരും സോറി സാറേ, രണ്ടുപേരെ ഒരുപോലെ. സാർ അതാരാണ് സാർ? അങ്ങനത്തെ നമുക്ക് അറിഞ്ഞൂടാ അയാളെ. മനസ്സിലാവുന്നില്ല സാർ, എന്തുകൊണ്ടാണ് മോൻ അങ്ങനെ ആയതെന്ന്. അത് ഏത് ഏരിയ എനിക്ക് അറിഞ്ഞൂടാ. സാറേ സൂര്യയുടെ മാമിയാണ്. സാറേ ഇവരൊക്കെയാണ് സാറേ ആ ചെറുക്കനെ ഇല്ലാതാക്കാൻ. ഇവരൊക്കെയാണ് സാറേ ഒന്ന് പുറകിലോട്ടേക്കാവോ? എനിക്ക് ചന്ദ്രബോസ് സാറിന്റെ മോൻ കണ്ടുകൂടാ.
സാർ റേക്ക് വലുതാവാൻ സാറേ സോറി സാറേ. ഓക്കെ. അപ്പോ ഇതാണ് മെയിൻ ഇഷ്യൂ. അതിനാണ് ഞങ്ങൾ 2 ദിവസമായിട്ട് അലീനെ അന്വേഷിക്കുന്നുണ്ട്. കാരണം എലി അല്ലല്ലോ പുള്ളിക്കാരന്റെ അമ്മ, അലീനയും അതുപോലെ ചന്ദ്രനും ആണല്ലോ പുള്ളിക്കാരന്റെ പാരന്റ്സ് എന്ന് പറയുന്നത്. സാർ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ സാറേ? അവരുടെ അസറ്റ്സ് എന്റെ പേരിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗവൺമെന്റ് വഴി എന്തെങ്കിലും ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിലേ ഉണ്ടാകും. അത് നിങ്ങളെ കയ്യിൽ എത്തുക വേണ്ടി ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ അങ്ങ് ചെയ്യുന്നതാണ്. അല്ല സാറേ, ചില അദർശ ശക്തികളുണ്ടോ സാറേ? അത് ഏറ്റവും ബെറ്റർ അച്ഛന്റെ പേരിലോട്ട് മാറ്റുന്നതാണ് നല്ലത്. ഓക്കെ സാറേ, ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിട്ട് ബുക്കും പുസ്തകവും വാങ്ങിയാൽ തഞ്ചാവൂർ പോകണമെന്നാണ് പറഞ്ഞേക്കണേ. അത് പറഞ്ഞപ്പോഴാണ് ഈ സ്കൂൾ ഇന്ന നാളെ അങ്ങ് തുറക്കും അലീന. സ്കൂള് തുറക്കാനായിട്ട് ആകെ 2 പിള്ളേരേ ഉള്ളൂ, അത് ഞാനും സൂര്യൻ. ഞങ്ങൾക്ക് 2 പേർക്കും പിന്നെ എല്ലാം അറിയാവുന്നോണ്ട് അവരെ പിന്നെ തുറക്കാത്തെ. അങ്ങനെയൊന്നുമല്ല, നമ്മൾ അടുത്ത ആഴ്ച തുറക്കും സാർ. നിങ്ങൾ ഈ സ്കൂളിന്റെ സാക്ഷ്യം വാങ്ങിച്ചതും ആ ചന്ദ്രനും അതിനകത്തൊരു സാറേ പി ടി സാർ ഞാൻ ഇത് കൊടുത്തായിരുന്നു സാറേ, റിസൈൻ കൊടുത്തായിരുന്നു. സാറേ പിന്നെ സാറേ ഇവിടെ സ്കൂളിലെ ഈ സ്കൂളിനെ പറ്റി കുറച്ച് ഇത് വരുന്നുണ്ട് സാറേ. ഇവിടെ ഒരു കൊച്ചു പയ്യനെ കണ്ടപ്പോഴത്തേക്കും അവന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ 2 ലീഡേഴ്സ് ഉണ്ട്, സ്കൂൾ ലീഡേഴ്സ്. ഒന്ന് ഇക്രു, ഒന്ന് സൂര്യയും. അപ്പൊ ഇവന്മാര് റാഗി എന്നാണ് പറയണ. അപ്പൊ അതിനകത്ത് ഞാനൊരു ദിവസം ക്ലാസ് നടക്കുന്നതായിട്ട് കണ്ടായിരുന്നു. കുറെ കുട്ടികളും ഓടിച്ചിരിഞ്ഞൊക്കെ നടക്കുന്നത്. ഞാനുണ്ടായിരുന്നു അന്ന്. അന്ന് പാരന്റ്സ് ആയിട്ട് അവര് മീറ്റിംഗ് പോലെ വെച്ചിരുന്നേ സാർ. പക്ഷെ ആ മീറ്റിംഗിന്റെ ഇടയിലായിരിക്കും ചന്ദ്രനും കണ്ടത് അല്ലേ ചന്ദ്ര? ആ പയ്യൻ പറഞ്ഞെന്ന് പറഞ്ഞ സാറേ ഈ 2 പയ്യന്മാരും ചേർന്ന് തന്നെ റാഗ് ചെയ്ത് ഇവന്മാർ അണ്ടറിൽ പഠിക്കാൻ പറ്റൂല എന്നാണ് പറയണേ. എന്താണ് അലീന ഇത്? അലീന അവിടുത്തെ എന്താ വൈസ് പ്രിൻസിപ്പൾ എന്തോ അല്ലേ? ആക്ച്വലി നാട് വിട്ടിട്ട് 1 മാസമായി. നീ വൈസ് പ്രിൻസിപ്പൾ ആണോ അവിടുത്തെ? അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അലീന അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാറേ അതിപ്പം എന്തായാലും സാറേ ഹസ്ബൻഡ് അറിഞ്ഞിട്ടില്ലേ അലീന അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ? എന്റെ പറഞ്ഞില്ലേ 1 മാസമായിട്ട് ഇല്ലായിരുന്നു സാർ. ഇവിടെ നാട് വിട്ട് പോയതാണ്. നാട് വിട്ട സാറേ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുടുംബനാഥനാണ് സാറേ, കുടുംബനാഥൻ. പുള്ളിയുടെ വിഷമം മനസ്സിലാക്കും അലീന. സാർ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഓരോ സമയം വരുമ്പോ ഓരോ പിള്ളേരെയും കൊണ്ട് വരും. പച്ചക്കള്ളം ദൈവമേ, അതെങ്ങനെ വെറുതെ പറയുന്ന ഒരു ചന്ദ്രൻ മിണ്ടായിരുന്നില്ല. അതെന്താണ് സംഭവം? അറിഞ്ഞൂടാ സാറേ, എവിടെ തൊന്നു ചോരി മാറി പറഞ്ഞിട്ടാണ് അലീന. ഓരോ ദിവസം ഓരോ കുട്ടികളെ കൊണ്ടുവരുന്നതോ? അല്ല സാറേ, കുട്ടികളെ കൊണ്ടുവരുന്ന ഞാനാണ് സാറേ. ആരെയൊക്കെ പാരന്റ്സിനൊക്കെ കൺവിൻസ് ചെയ്തത്. അങ്ങനെയാണോ അലീന ഉദ്ദേശിച്ചേ? ഇവിടെ കുടുംബ കോടതിയൊന്നും ഇല്ല. സോൾവ് ചെയ്യേണ്ടി വരും തമ്മിൽ. സാർ ഇതിനു മുന്നേ എത്ര കേസ് നടന്നിട്ടുണ്ട് സാർ? അവിടെ എങ്ങാനും ഈ ചന്ദ്രനെ കണ്ടിട്ടുണ്ടോ സാർ? ഇല്ലാത്ത ആള് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലല്ലേ അറിയുള്ളൂ സാറേ. സാറേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സമയത്ത് സാറേ ഞാൻ ഓരോരോ കാര്യങ്ങൾ എന്റെ കണ്ണിപ്പെടും. അവസാനമായിട്ട് സൂര്യബോസിനെ കൊണ്ടുവന്നിട്ട് അവന്റെ കയ്യില് സാറേ 68 കോടി ഒരു കൊച്ചു ചെറുക്കന്റെ കയ്യിരുന്നത്. അത് അവന്റെ വലിയ മൂത്തമ്മേരെയും അവന്റെ മൂത്തമ്മ വശീകരിച്ച് വെച്ചേക്കായിരുന്നു ആ ചെറുക്കനെയും കാശിനെയും. സാറേ ആ ചെറുക്കനുണ്ടല്ലോ, ഇവരുണ്ടല്ലോ, ഈ സ്കൂളിന്റെ മറവിൽ എന്തോ പ്രശ്നമുണ്ട് സാർ. എനിക്ക് അറിഞ്ഞൂടാ. ഞാനാണ് ക്യാഷ് കൊടുക്കുന്നത് സാർ. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളെ ചിലപ്പം വേറെ എല്ലാവരൊക്കെ കൊണ്ടുപോയി എഴുന്നേറ്റൊക്കെ വന്നിരുന്നു. സാറേ ഇത് സാറിന് അന്വേഷിക്കണം, അതേ ഞാൻ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് പ്രശ്നം? 2 ദിവസം ഞങ്ങളൊരു ടീം നിങ്ങളെ എന്റെ ഫോണല്ല ചന്ദ്രൻ, നിങ്ങളെ കുടുംബത്തിനായിട്ട് വെളിയിൽ പോയി പണിയെടുക്കുമ്പോഴത്തേക്ക് ഇവിടത്തെ ചെറുക്കന്റെ അവസ്ഥകളും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 2 ദിവസത്തിന് മുന്നേ ഞങ്ങളൊരു എന്തോ കല്ലുമാത്തൻ അങ്ങനെ ഒരു വ്യക്തി ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തായിരുന്നു. പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യബോസിന് വലിയൊരു ഏജൻസി ഉണ്ട്, ഒരു എന്താ പറയാ ഒരു ഡ്രഗ് ഡീലിംഗ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു പറഞ്ഞു. ഞങ്ങളത് അന്വേഷിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു. സൂര്യബോസ് ആ ഡീലിന് വരികയും ചെയ്തു.
ആക്ച്വലി. അവൻ ആരടി? ഒരു കൊച്ചു കുട്ടിയാ. ഒരു ഫെറാറി ആരാ വാങ്ങിച്ചു കൊടുത്തേ? അത് ഫെറാറി ആരാ? ഫെറാറിയാ? ഒരു റെഡ് ഫെറാറി. എനിക്ക് പോലും ഫെറാറി. ഞാൻ കൊലവണ്ടി തൂങ്ങിയേക്കാണ് സാറേ. അവന് ഫെറാറി ഇല്ല സാർ. ഫെറാറി ഇല്ലെന്നാണോ? ഉണ്ടെന്നാണോ? ഇല്ല സാർ, ഇല്ല ഇല്ല ഇല്ല. ഒരു ഫെറാറിയിലാണ് പുള്ളിക്കാരൻ. ഓ ഓഫീസാണ് സാറേ. ഓ എന്തിന് സാറേ കേട്ടോ? സാറിന്റെ സൗണ്ട് കേട്ടോ? സാറേ നല്ല ഭാഷയിൽ സംസാരിക്കും. ഓ ഓക്കെ ഓക്കെ. സോറി സാർ, സോറി സാർ, സോറി സാർ, സോറി സാർ. ഒച്ച വെക്കാൻ പാടില്ല. ഓക്കെ ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഒരു റെഡ് ഫെറാറിയില് പുള്ളിക്കാരൻ വരുന്നു. ഓക്കെ, എങ്ങനെ ഇരിക്കുന്നോ തലയണക്ക് ഇട്ടാണ് ഇരിക്കുന്നതെന്നാണ് തോന്നണേ. എത്തി വലിഞ്ഞ് മോക്ക് ചെറുതായിട്ടൊക്കെ കണ്ടോളൂ ഞാൻ. സോ ഞാൻ ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു, അതിന് നിയർ ബൈ വെഹിക്കിളിനകത്തുണ്ടായിരുന്നു. പുള്ളി വരുന്നു. പീഡിയുടെ പ്രസൻസ് അറിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി എടുത്തോണ്ട് പോയത് കാണണം ഈ 8ാം വയസ്സില് പുള്ളി. അപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ കയ്യില് തൗസൻഡ്സ് ഓഫ് ഈ സംഭാരവും കാന്താരിയും ഒക്കെ പുള്ളി ഇങ്ങനെ നല്ല ഡീൽ നടത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ അത് അച്ഛനമ്മയുടെ അറിവോട് കൂടിയാണോ അതോ മാമിയും അപ്പുറത്തേക്കുന്ന മാമിയും ഇതിൽ പെടും കേട്ടോ? ഇനി അവസാനിക്കുന്ന മാമിയും പെടും. ആ മാമിയും പെടും. ഈ അറ്റത്തിരിക്കുന്ന അത് പെടും. പോയി രക്ഷപ്പെട്ട്. സാറേ എന്തായാലും സാറേ ഞാൻ എന്തായാലും ഈ കുറച്ച് ദിവസം ഇനി കാണാം സാറേ. അപ്പൊ എന്തായാലും അവന്റെ കാര്യങ്ങൾ എന്തായാലും ഡീൽ ചെയ്യാം സാറേ. നിങ്ങൾക്ക് ഒരവസരം കൂടെ തരണം. എത്രയും പെട്ടെന്ന് ഡീൽ ചെയ്യുക. ഈ വെഹിക്കിൾസ് പുള്ളിയുടെ പേരിലായിരുന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ പുള്ളി എടുത്ത് ഓടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇനി അത് 24 hours പീഡി അങ്ങ് പിടിച്ചിടും. സാറേ വണ്ടി സാറേ വണ്ടി നാളെ തന്നെ എന്റെ പേരിലോട്ട് ആക്കാമോ സാറേ? എല്ലാം എന്റെ പേരിലോട്ട്. സാറേ ഈ വണ്ടി നമ്മുടെ പേരിൽ എഴുതി വാങ്ങിക്കാനുള്ള മറ്റേ വാക്കരാർ അത് ഇവിടെ ആളുകളുണ്ട്. ഓക്കെ സാർ, ഓക്കെ സാർ. നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അവരതൊക്കെ ചെയ്തോളാം. സാർ അവന്റെ പേരിൽ എത്ര വണ്ടി സാറേ? 3 വണ്ടിയാ സാറേ? 3 വണ്ടിയുണ്ട്. സാറേ ഒരു കാര്യം കൂടെ, ഈ വണ്ടി വാങ്ങുന്ന പോലെ ഇനി എന്തെങ്കിലും ഫൈൻ ഉണ്ടെങ്കിലും ചന്ദ്രന്റെ പേരിൽ തന്നെ കൊടുക്കണേ. അത് അലീനയുടെ പേരിലായിരിക്കും വരുന്നത്. കാരണം കുട്ടികളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് അമ്മമാരാണ്. അത് അമ്മമാരാണ്. അല്ല അലീന അത് ചെയ്യേണ്ടെന്ന് വെച്ചാൽ അലീന ചന്ദ്രന്റെ കാശ് വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കും. ഓക്കെ, അത് നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ആണ്, ഞങ്ങൾ ഇടപെടില്ല. പക്ഷെ അലീനയുടെ പേരിലായിരിക്കും വരണം. കാരണം ഞാൻ ഇപ്പൊ വിളിപ്പിച്ചപ്പോഴും ഞാൻ ചന്ദ്രനല്ല വിളിപ്പിച്ചത്, അലീനയാണ് വിളിപ്പിച്ചത്. ഇത്രയും വിവരങ്ങൾ, ഇത്രയും നിങ്ങളുടെ ഈ തിരക്കിന്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഭയങ്കര സന്തോഷം സാറേ. സാറേ വേറെ ഡൗട്ട് വെക്കട്ടെ സാറേ? അപ്പൊ എന്തേലും മീൻസ് എന്തേലും നമ്മളെ ഈ പോലീസ് പീഡി ഉണ്ടല്ലോ സാർ, എന്തെങ്കിലും കൈക്കൂലി ഒക്കെ വാങ്ങിക്കാന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞാലോ സാർ? എന്തായിരിക്കും സാർ ശിക്ഷ അവർക്ക്? അവരെ മാക്സിമം നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കൈക്കൂലിയാണോ സാർ വാങ്ങിക്കാന്ന് പറഞ്ഞത് അത്രയും ഫൈൻ സാറിന് അങ്ങോട്ട് ഒരു ട്രിപ്പിൾ ഇട്ട് കൊടുക്കും. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ സപ്പോസ് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും തൊട്ട് ഇരുന്ന റാങ്കിൽ നിന്ന് ഒന്നും കൂടെ താഴോട്ടെ. അതായത് ഫോർ എക്സാമ്പിൾ ചിന്നാട സാറിന്റെ കേസില് ചിന്നാട സാങ്കർ ഇപ്പൊ ഓഫീസ് 2nd ക്ലാസ് ആണ്. ഓക്കെ, സാറിന് പ്രൊമോഷൻ കിട്ടി, കോർപ്പലായെന്ന് വെച്ചോ. പക്ഷെ സാർ ഇങ്ങനെ ഒരു കാര്യത്തിൽ പിടിപ്പെട്ട് കഴിഞ്ഞാൽ ഓഫീസർ 2nd ക്ലാസിന്റെ താഴത്തെ റാങ്ക് ആയിരിക്കും സാറിന്. ബ്ലാക്ക് മാറി ചിലപ്പം ടീഷർട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ല ചിന്നാർ സാറേ, അങ്ങനെയല്ലേ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? സാറേ കാലിലും കയ്യിലുമായിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന തിരിച്ചു വാങ്ങിക്കും. അതെ സാറേ, ഈ പാറ വേർക്കൊക്കെ ഇങ്ങനെ മീറ്റിംഗ് ഏരിയയിലൊക്കെ വരാവോ? ഇല്ല സാറേ, അവര് പിന്നെ പുറത്തായിരിക്കും. അയ്യോ സോറി സാറേ, ഞാൻ പാറാവുകാരനായിട്ട് പുറത്ത് ആരും നിക്കുന്ന സാറേ നിക്കുന്ന തോന്നിയായിരുന്നേ. ചെറിയൊരു സസ്പെൻഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ നിൽക്കുക. സാറ് ഒരു ചെറിയൊരു പണി കാണിച്ചു, ചെറുതായിട്ടൊരു ചെറിയൊരു പ്രശ്നം. കുഴപ്പമില്ല സാർ, ഓക്കെ അല്ലേ സാറേ? ഓക്കെ അല്ലേ? ഒന്നും ഇങ്ങനെ കാണിക്കില്ല എന്നുള്ളത് എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. ചിലപ്പോ പാറാവുകാരനെ കാട്ടി പുറത്തായിരിക്കും. ഇക്കുറു അവിടെ നിന്ന് മാറിയിരുന്നേ, ഇത് ശരിയല്ല, അപ്പുറത്തോട്ട് മാറിയിരിക്കും. ആരെങ്കിലും എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് മാറിയിരുന്നു. ഞങ്ങൾ എന്തായാലും ഒന്ന്
അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യുക ചന്ദ്ര. പിന്നെ പുള്ളിയുടെ ഈ മണി സോഴ്സും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് സോർട്ട് ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ അലീനയുടെ പേരില് കേസ് എടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോഴത്തെ പ്രൈം ഗാർഡിയൻ എന്ന് പറയുന്നത് അലീന. അപ്പൊ അലീനയുടെ കൂടെ ഈ മാമിമാരായിട്ടുള്ള രണ്ടുപേരും ചിലപ്പോൾ അകത്ത് കിടന്നു. കാരണം ഫുൾ ടൈമും ഞാൻ ചന്ദ്രനോട് ആ പുള്ളിക്കാരനെ കാണുന്നില്ല. ഐ മീൻ സണ്ണിനെ ഞാൻ ഫ്രീ നാട്ടിലോട്ട് വന്നു സാറേ. ഇനി ഞാൻ ഫുൾ കുറച്ച് നാളിവിടെ കാണും. അപ്പൊ എന്തായാലും ഇത്ര നാളിലുള്ള കേസിൽ ഞാൻ അങ്ങ് ഡീൽ ചെയ്യാമോ സാറേ? ഒന്ന് ശരിയാക്കി. അതുപോലെ അലീന, നിങ്ങളുടെ പ്രിൻസിപ്പലിനെ ഒന്ന് കാണണം. ഇന്നലെ ഒരു ചെറിയൊരു കേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയണേ. പിടിയില് കുറച്ച് ഹെവി ആണ് കേസ്. ചിലപ്പോ ഊരി പോവാൻ ഒരു അഡ്വക്കേറ്റിന്റെ ഒക്കെ ആവശ്യം വേണ്ടി വരും. അഡ്വക്കേറ്റിന്റെ ആണ്, അല്ലാതെ മോൻ അങ്ങനെ വന്നിരുന്നു കേട്ടോ. ചന്ദ്ര വന്നതിൽ വളരെ സന്തോഷം. തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്ത സന്തോഷം. പുള്ളിക്കാരനൊന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾക്ക് ഞങ്ങൾക്കും പ്രശ്നമാണ്. ഓക്കെ, ഇന്നാളൊരു പെൺകൊച്ചിനെ തലക്കല്ല ബോധം കെടുത്തിയൊക്കെ ചെയ്തു ഞങ്ങളുടെ ഫ്രണ്ട് വെച്ച്. ചെറിയൊരു മെന്റൽ വിചാരിച്ചോണ്ടുന്നത് പുള്ളി അറസ്റ്റ് ചെയ്യില്ല, വേറെ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഇപ്പോ വേറെ നിയമം വന്നിട്ടുണ്ട്. ഈ ജുവനൽ സിസ്റ്റം വന്നതിന്റെ പേരിൽ പുള്ളിയെ നമുക്ക് കൊണ്ടുവരാം വീടിലോട്ട്. ഡെയിലി ഇപ്പം 7 ദിവസത്തെ ശിക്ഷയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓരോ ദിവസം ഓരോ മണിക്കൂർ വരേണ്ടി വരും. വന്നില്ലെങ്കിൽ അത് പിന്നെ ഫൈനും ജയിലും ഒക്കെ ആയിട്ട്, മീൻസ് ഇവിടെ അല്ല, അവർക്ക് സെപ്പറേറ്റ് ചൈൽഡിന് വേണ്ടിയുള്ള ജയിലും മറ്റൊക്കെയാണ്. അപ്പം പുള്ളിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സ്റ്റഡി മെറ്റീരിയൽ വാങ്ങിക്കാനൊന്നും പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഡീലിനെ കുറിച്ചിട്ട് റെക്കോർഡ് ചെയ്യും. പ്രശ്നം സാറേ അതറിയില്ല. അപ്പുറത്ത് ഡീല് ഇങ്ങോട്ട് വാ. സാർ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബോഡി ക്യാമറ ഞാൻ ഇത്ര റിവ്യൂ ചെയ്തോണ്ടിരിക്കുന്നു. പുള്ളിക്കാരനെ ഈ സൂര്യബോസിനെ ഈ പീഡിയിലൊക്കെ വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്തോ പെട്ടെന്ന് ഈ ബാത്റൂമിലൊക്കെ പോകാൻ പറ്റും. ഈ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണോ സാർ? അവന് ചെറിയ കൊച്ചിലെ തൊട്ടേ സാറേ അവന് ഈ ഇതില്ല സാറേ, മറ്റേ മലസഞ്ചി ഇല്ല സാറേ. അപ്പൊ അവന് ചെറിയൊരു അതിൽ കുറെ സുഷിരങ്ങൾ കൂടുതലാണ്. അപ്പൊ അവന് പെട്ടെന്ന് ടെൻഡൻസി കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ പുള്ളിക്കാരന് ഇങ്ങനെ ബാത്റൂമിൽ പോകണമെങ്കിൽ മറ്റേ ഹൊറർ കാര്യങ്ങൾ കേട്ടാല് ബാത്റൂമിൽ പോകാൻ പറ്റുള്ളതൊക്കെ പുള്ളി പറയുന്നു. സാർ അതാണ് സാറേ, ആൾക്ക് ഇച്ചിരി പറഞ്ഞില്ലേ ജനിച്ചപ്പോ തന്നെ കുറച്ച് ഓരോരോ സാഹചര്യങ്ങൾ വളരെ പിള്ളേർ എല്ലാം ശരിയാക്കി സാറേ, എല്ലാം ശരിയാക്കണം, മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കണേ. പിന്നെ അതേപോലെ പുള്ളിക്കാരനെ കഴിവാൻ ഒരു സഹായി വേണം എന്നാണ് പുള്ളിക്കാരൻ. കൊച്ചല്ലേ സാർ അവന്? അപ്പൊ കൊച്ചാണ് അതിന്റേതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് നോക്കിയാ മതി ചന്ദ്രബോസ്. സാറേ പീഡി അങ്ങ് സജീവമല്ലേ സാറേ? സജീവമാണല്ലേ? ഓക്കെ. അല്ല സാർ എന്റെ പേര് അംബിസ്വാമി. ഓക്കെ സാറേ. നമസ്കാരം സാർ. അടുത്ത് വിളിക്കുമ്പോ വരാം. എന്താ സാർ? എന്താണ് സാർ? പിന്നെ നമുക്ക് അതെ സാർ ഒന്ന് വരാമോ സാറേ? മറ്റേ സാർ ഒന്ന് വരാമോ? അതെ സാറേ. കൈക്കൂലി ഇങ്ങനെ മോശമല്ല സാറേ? സാറേ ഞാനൊരു കാര്യം പറ്റും സാറേ. സാറിന്റെ ചോദിച്ചില്ലേ സാറേ? എന്ന് കരുതിട്ട് അവിടെ നമ്മളത് പേഴ്സണൽ ആയിട്ടുള്ളതല്ലേ, അതൊക്കെ നാട്ടുകാരൊക്കെ അറിയിച്ചില്ല, പക്ഷെ ഞാൻ അറിയിക്കും സാറേ. അങ്ങനെ സാറൊരു 20 കോടി വന്നു കഴിഞ്ഞാ നമുക്കിതങ്ങ് ഡീൽ ചെയ്യാം സാറേ. സത്യം പറട്ടെ പറയ സാർ. സാർ വരും സാർ. സാറേ എന്റെ ജോലി സാറേ ഒരു കാര്യമുണ്ട് സാർ, എന്റെ ജോലി പോകുന്നു തോന്നുന്നുണ്ട് സാർ. ഒരു കാര്യം നമ്മളിത് പ്രാങ്ക് ആണെന്നുള്ള ഒരു സാറെടുത്ത് പറഞ്ഞാൽ മതി. പ്രാങ്ക് അല്ലേ? അപ്പൊ സാർ അതിനനുസരിച്ചുള്ള കാശ്. ഒരു സെക്കൻഡ്. ആളുടെ ബോഡിയിൽ മറ്റേ ക്യാം ഉണ്ട്, അവസാനം നമ്മുടെ തലയിൽ വരും. തന്നല്ലേ? മനസ്സിലാക്കാം. ബോഡി ക്യാം ഉണ്ട്. അല്ല ബോഡി ക്യാം എന്തിന്? ബോഡി ക്യാം വെച്ച് പരിസരത്ത് കാണാൻ പറ്റും ഈ പറയുന്നത്. അല്ല അങ്ങനെ പറഞ്ഞ ഞാൻ റെക്കോർഡ് ചെയ്തത്. എന്റെ അടുത്ത് കാശ് വേണോന്ന് പറഞ്ഞ റെക്കോർഡ് ചെയ്തത്. 22 കോടി വേണോന്ന് പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്തത്. അവന് കാണിച്ചു ജോലി കളയണ പൈസ അവന്റെ. ചന്ദ്ര ഇത് ഇരിക്കട്ടെ. ആള് ഇത് ഓഫ് ഡ്യൂട്ടി എടുക്കുമ്പോഴേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ക്യാമ് വെച്ച് നമ്മളെയും കൂടെ പിടിച്ചകത്തിടും. എപ്പോഴും ഓഫ് ഡ്യൂട്ടി എടുക്കും? ഇനി
അത് നമ്പർ വാങ്ങിച്ചു വെക്കേ, ഓഫ് ഡ്യൂട്ടി എടുക്കുമ്പോ വിളിക്കാൻ പറ. ഓക്കെ ഓക്കെ ഇപ്പൊ ഒന്നും പറയില്ലേ അതിന്റെ കാര്യം. ശരി ശരി ശരി. നിനക്ക് കാഞ്ഞ ബുദ്ധിയുണ്ടടി കള്ളി, ചുമ്മല ചെറുക്കനെ വഴി പഠിപ്പിച്ച് വിടറാ നീ കള്ളി. ഇക്കൃതി ഇവിടെ 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 കാഞ്ഞ ബുദ്ധി എന്നെക്കാട്ടെ ബുദ്ധിയാക്കി ഇപ്പം. ചന്ദ്ര ഓ താരാ പറ. എവിടെ പോയി? ഞങ്ങളെ പുറത്തൊരു കാര്യം സംസാരിക്കേണ്ടി പോയായിരുന്നു. ഇവിടെ ഒരു സാർ ഉണ്ടായിരുന്നില്ല, സാർ എന്ത്? സാർ ചത്തുപോയി. എന്റെ പേര് സുധാകരൻ. റോള് തരാൻ പറയണേ. അതെ സാറിന്റെ നമ്പർ ഒന്ന് ഈ സാറിന്റെ രണ്ട് നിങ്ങളുടെ നമ്പർ ഒന്ന് സാർ അപ്രൂവ് ചെയ്യണല്ലോ. എന്റെയാണോ? ആ അതെ സാറിന്റെ ഭരത് സാറിന്റെ പിന്നീട് സാറിന്റെ ഭരത് ചന്ദ്ര സാർ റോഡ് കിട്ടില്ലേ ചന്ദ്രൻ? ചന്ദ്രൻ നമ്പർ കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഓ സാർ എനിക്ക് ചെയ്യണേ. കണാര സാറിന്റെ നമ്പർ കിട്ടിയില്ല കേട്ടോ. എനിക്കും 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 ഓ തരാട്ടോ. ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പാസ്സായി. കിട്ടില്ലേ? ചന്ദ്രൻ നമ്പർ കൂടെ ഷെയർ ചെയ്തേക്കണേ. ഇവിടത്തെ കണാര സാറിന്റെ നമ്പർ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഒന്ന് കാണിക്കൂ. എന്റെ കിട്ടില്ലേ? അല്ല സോറി 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 സിന്നട സാർ പേര് മാറി. എന്റെ കിട്ടിയില്ലേ? സിന്നട സാർ കിട്ടി 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 കിട്ടി. സാറേ സുഖല്ലേ? എന്റെ കിട്ടിയായിരുന്നു ചന്ദ്ര. ഹലോ അപ്പാ. ചന്ദ്രൻ ഓ സോറി share സോറി ചെയ്യാവോ ഞങ്ങൾക്ക്? മുടി കണ്ടപ്പോ സാർ എന്റെ 04 ചന്ദ്രബോസ്. ഒന്ന് ഷെയർ ചെയ്യാവോ? സേവ് ചെയ്യാൻ വയ്യ. ആ സാറേ ഭരത് ചന്ദ്ര സാർ റോൾ. ഭരത് ചന്ദ്ര സാർ റോൾ. ആ തരാം തരാം. ശരി സാറേ ശരി സാറേ ശരി സാറേ. ഓക്കെ ശരി ശരി. അലീന അലീന ചന്ദ്ര വിളിക്കാട്ടോ. ഓക്കെ 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 സാർ ഓക്കെ. പിന്നാടാ കാശ് ഞാൻ വലിക്കുന്നു. സാറേ ഇത് പീഡിയിലിപ്പം ലൈക്ക് ഈ 50 വയസ്സ് കഴിഞ്ഞാലൊക്കെ എടുക്കോ? 50 വയസ്സ് കഴിഞ്ഞാലൊക്കെ പീഡിയിലെടുക്കോ? സാറേ ഈ സാറേ എങ്ങനെ പിള്ളേരൊക്കെ എടുക്കും സാറേ. അല്ല സാറേ ഈ മുടി നരച്ച് സാറ് അത്ര ഏജിലായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ സാർ അത്ര ബ്രില്യന്റ് ആണ്. സാറേ സ്റ്റൈലാണ് സ്റ്റൈല്. സ്റ്റൈലാണോ? 5 തലയായി സാറിന് 5 തല. 5 തലയാണോ സാറിന്? ഭയങ്കര അപ്പൊ ഭയങ്കര ജീനിയസ് ആയിരിക്കും അല്ലേ ആള്? അതെ അതെ അതെ. അയ്യോ സാറിന്റെ പേരെന്തിനായിരുന്നു? കണാരൻ ഉച്ചയാ. കണാര ഉച്ചയാ. ഓക്കെ എന്റെ മോനായിരിക്കും മാതര ഉച്ചയാ. മാതറച്ച. സാറേ സാറിന്റെ മോനാണോ മറ്റേ കഴിവേറ മോൻ? അവരെനിക്ക് അറിയാം സാറേ. നമ്മുടെ മന്ദാരത്തിനും മക്കളുണ്ട്. ഇപ്പൊ ഇങ്ങേർക്ക് നല്ല പ്രായം ഉണ്ടല്ലോ. അതാണ്. നമ്മള് ഇമ്മോർട്ടൽ അല്ലേ എല്ലാരും, അതുകൊണ്ട് നമുക്കൊരു പ്രായ ഒരു പ്രശ്നമില്ല. അപ്പൊ സാറ് ചാവൂലേ? ഗോൾഡൻ അല്ലേ എഴുതുന്നോണ്ട്. ഇല്ല സാറൊന്ന് പുറത്തോട്ട് വരുമോ? പോകുമ്പോ എന്താ സാറേ? പോതൊക്കെ പോകും. ഓക്കെ ഓക്കെ. സാറേ ഏത് റാങ്കാണ് ഇവിടെ? ഞാൻ ഇവിടെ ക്യാഡറ്റ്. മറ്റേ എന്താ പറഞ്ഞ മറ്റേ പാറാവ് അതാണോ ഉദ്ദേശിക്കുന്നത്? ഫ്രണ്ടിൽ നിൽക്കുന്ന സാറേ ഇവിടെ നിക്കുന്നില്ലേ? അസിലേറ്റർ. ആ ഓക്കെ സാർ ഓക്കെ ഓക്കെ ഓക്കെ. പാറൊന്നുമില്ല. പാറ മറ്റേ ശശി സാറാണ്. ശരി സാർ ഓക്കെ. പാറാവ് പിന്നെ നമ്മളെ ഭരത് സാറിന്റെ പ്ലേറ്റ് കഴിയുക, ഇഡ്ലി ചുടുക, സാമ്പാറ്, ചട്നി. ഭരത് സാറിന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞ പോലെ. ഭാര്യയല്ല, ബെഡ്റൂമിൽ കയറില്ല, ബാക്കി എല്ലാ റൂമിലും. ബാക്കിയുള്ള റൂം ബാക്കി എക്സസ് എല്ലാം ഉണ്ട്. ഇത് അപ്പാപ്പൻ സാറാണോ? അതെ 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 അതെ. കുറച്ച് ഏജ് ഉള്ളത് ആള് ഇച്ചിരി എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇപ്പോഴും നിർത്തിയിരിക്കുക. ഈ സാറിന്റെ പേരെന്താണ്? സാറിന്റെ കുഞ്ഞുമോളായിരിക്കും. സാറിന്റെ കുഞ്ഞുമോളായിരിക്കും. എന്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ട്. കൊണാര ഉച്ച. ആ സാറേ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് സാറേ കാണാം. പോയിട്ടോ സാറേ. ശരി സാറേ. ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് സാറേ. ബൈ ബൈ അപ്പാപ്പൻ സാർ. ശശി